Hi, welcome back to our channel. ഇന്ന് നമ്മൾ ടാലി പ്രൈമിൽ റെസീപ്റ്റ് കോൺട്രാ പേയ്മെന്റ് ജേണൽ എന്ന് പറയുന്ന 4 വൗച്ചേഴ്സ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ആണുള്ളത്, ഇൻവെന്ററി വൗച്ചേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അപ്പോൾ അതിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വൗച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അത് ഓൾറെഡി ഞാൻ ടാലി ആപ്പിനായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മുടെ ടാലിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് മാറുന്ന ആ ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ ട്രാൻസാക്ഷന്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് ടാലിയിൽ പല ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. അതിൽ 4 വൗച്ചേഴ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റെസിപ്റ്റ്, പേയ്മെന്റ്, കോൺട്രാ ആൻഡ് ജേണൽ വൗച്ചർ. 1 by 1 ആയിട്ട് നമുക്ക് ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിവിടെ മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ടാലി പ്രൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പ്രീവിയസ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യാം. 2 പാത്ത് നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഗോ ടു ബട്ടൺ അല്ലെങ്കിൽ ഗേറ്റ് വേ ടാലിക്കകത്ത് പോവാം. ഇപ്പോൾ ഗേറ്റ് വേ ടാലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ടാലിക്കകത്ത് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ടാബിനകത്ത് വൗച്ചേഴ്സ് എടുക്കാം. അതിനകത്ത് പോയി നമുക്ക് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോ ടു ബട്ടൺ യൂസ് ചെയ്യാം. Alt+G ആണ് ഗോ ടു ബട്ടൺ ആക്സസ് ചെയ്യുന്ന ഷോർട്ട് കീ. അപ്പോൾ ഞാൻ ഗോ ടു ബട്ടൺ ആണ് ആക്സസ് ചെയ്യുന്നത്. Alt+G കൊടുത്തു അവിടെ നിന്ന് ക്രിയേറ്റ് വൗച്ചർ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് വൗച്ചേഴ്സ് ആണ്. സോ ക്രിയേറ്റ് വൗച്ചർ എടുക്കുന്നു. വൗച്ചേഴ്സ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ. അക്കൗണ്ടിങ് വൗച്ചറിന്റെ ക്രിയേഷൻ സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞ് വന്നിട്ട് പേയ്മെന്റ്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ് വൗച്ചർ എന്ന് പറയുന്ന വൗച്ചറാണ് നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ കാണാം കുറേ അതായത് F3 കഴിഞ്ഞിട്ട് കമ്പനി കഴിഞ്ഞിട്ട് വരുന്നതെല്ലാം വൗച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. കോൺട്രാ മുതൽ അതർ വൗച്ചേഴ്സ് വരെയുള്ളത്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വൗച്ചേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെസീപ്റ്റ് വൗച്ചറാണ്. അപ്പം നമ്മളിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പേയ്മെന്റ് വൗച്ചറാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് റെസീപ്റ്റ് വൗച്ചറിലോട്ട് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ തന്നെ കാണുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F6 ആണ്. റെസീപ്റ്റ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ F6. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കീബോർഡിൽ ഡെസ്ക്ടോപ്പിൽ F6 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ കേഴ്സർ കൊണ്ടുപോയി അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് റെസീപ്റ്റ് വൗച്ചർ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടോ റെസീപ്റ്റ് വൗച്ചർ. അതിൽ തന്നെ നമ്പർ 1 ഇതെന്ന് പറയുന്നത് വൗച്ചർ നമ്പറിങ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ആയി വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റെസീപ്റ്റ് വൗച്ചറാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ 1 വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത റെസീപ്റ്റ് വൗച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്പർ 2 ആ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് അടുത്ത വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്പർ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും, ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പം നമ്മൾ റെസീപ്റ്റ് വൗച്ചർ ആക്റ്റീവ് ആക്കി കഴിഞ്ഞു, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം കൊടുക്കുക നമ്മുടെ ഡേറ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഡേറ്റ് കാണിക്കാം. ഡേറ്റ് കൊടുക്കാൻ അറിയാലോ, ഷോർട്ട് കീ എന്ന് പറയുന്നത് F2 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേറ്റ് F2. ഇപ്പോൾ ഷോർട്ട് കീ F2 പ്രസ് ചെയ്യാം. അപ്പോൾ വൗച്ചർ ഡേറ്റ് വന്നു. നമുക്ക് വൗച്ചർ ഡേറ്റ് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ 1/4/2020 ഒരു ഡേറ്റ് കാണിച്ചു. ആദ്യം നമുക്ക് റെസീപ്റ്റ് വൗച്ചർ ആദ്യം ചോദിക്കാം. അതിന് മുന്നേ ആദ്യം റെസീപ്റ്റ് വൗച്ചർ എന്താണ്, റെസീപ്റ്റ് വൗച്ചറിൽ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് റെസീപ്റ്റ്. വെൻ വി ആർ റിസീവിങ് ദ എമൗണ്ട്, നമ്മൾ എപ്പോഴൊക്കെ എമൗണ്ട് റിസീവ് ചെയ്യുന്നു, അത് ത്രൂ ക്യാഷ് ആയിക്കോട്ടെ, ത്രൂ ബാങ്ക് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെയായാലും നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ റെസീപ്റ്റ് വൗച്ചറിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഒരു എൻട്രി നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഗൗരി സ്റ്റാർട്ടഡ് ജയ് എന്റർപ്രൈസസ് ബൈ ബ്രിങ്ങിങ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഇൻ ക്യാഷ് അല്ലേ. ഇവിടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ക്യാഷ് ആയിട്ട് കൊണ്ടുവരാണ്. സോ വി ആർ റിസീവിങ് ക്യാഷ്, നമ്മുടെ കമ്പനിയിലോട്ട് ക്യാഷിന് ഇവിടെ റിസീവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നു, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന റെസീപ്റ്റ് വൗച്ചറാണ്. അപ്പോൾ ഈ കാണിച്ച ഒരു എൻട്രി തന്നെ ഞാൻ ഇടാൻ പോകണം. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗൗരീസ് ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ എൻട്രി വരുന്നത് അല്ലേ.
അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് വൗച്ചറിൽ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, അതിപ്പോൾ ചില ഇതിൽ സോഫ്റ്റ്വെയർസിൽ അതായത് നമ്മുടെ കോൺഫിഗറേഷൻ ലെഫ്റ്റ് കോൺഫിഗറേഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബൈ ടു ഫോമാറ്റിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ DRCR ഫോമാറ്റിലോട്ട് കൊണ്ടുപോകാം. DR എന്ന് പറയുമ്പോൾ ഡെബിറ്റ്, CR എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്, ബൈ എന്ന് പറയുമ്പോൾ ഡെബിറ്റ്, 2 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചറിൽ ആദ്യം 2 ആണ് ചോദിക്കുക, ക്രെഡിറ്റ് അക്കൗണ്ടാണ് ആദ്യമേ ചോദിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് അക്കൗണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സിനകത്ത് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റലാണ് നമ്മുടേത് ഗൗരീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കിടപ്പുണ്ട്, അതായത് മുന്നേ ലെഡ്ജർ ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഗൗരീസ് ക്യാപിറ്റൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഷോർട്ട് കീ അറിയാലോ, Alt+. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള പാത്തൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. Alt+C കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ ക്രിയേറ്റിൽ പോയി ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് കണ്ടോ, ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്ന സ്ക്രീനിലോട്ട് വന്നു. അപ്പോൾ ഗൗരി ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കാണിക്കാം. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ദെൻ കൺട്രോൾ കൊടുത്ത് ഞാൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വന്നു. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഞാൻ എമൗണ്ട് കാണിക്കുവാണ്. 5 lakh എമൗണ്ട് കാണിച്ചു. ദെൻ എൻറ്റർ ചെയ്യുക. ബൈയിൽ വന്നു. ബൈയുടെ അവിടെ നിന്ന് വീണ്ടും ഒരു തവണ കൂടെ എൻറ്റർ ചെയ്യുക. നമ്മുടെ ലെഡ്ജർ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ. ലെഡ്ജർ ഫീൽഡിലോട്ട് കൊണ്ടുവന്ന് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിനി വേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. സോ ഇവിടെ C എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് C റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്യാഷ് കൊടുത്തു, 5 lakh കൊടുത്തു. നിങ്ങൾക്ക് നറേഷൻ ഉണ്ടെങ്കിൽ നറേഷൻ കൊടുക്കുക, കൺട്രോൾ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൺട്രോൾ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുവാണ്. ഇല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് പോയിട്ട് അക്സെപ്റ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് വൗച്ചർ ഇവിടെ റെക്കോർഡ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് വൗച്ചർ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പേയ്മെന്റ് വൗച്ചർ ചെയ്യാം. അപ്പോൾ ഇതേ സ്ക്രീനിൽ അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റ് വൗച്ചർ എടുക്കാം. പേയ്മെന്റ് വൗച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F5 ആണ്. ഒന്നുകിൽ ഫംഗ്ഷൻ കീ F5 പ്രസ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ കേഴ്സർ കൊണ്ടുപോയി അവിടെ ക്ലിക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ F5 പ്രസ് ചെയ്തു. അപ്പോൾ പേയ്മെന്റ് വൗച്ചറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പേയ്മെന്റ് വൗച്ചറിലോട്ട് നമ്മുടെ സ്ക്രീൻ മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുക ഡേറ്റ് ആയിരിക്കും. ഡേറ്റ് കൊടുക്കുന്നു. ഞാൻ സെയിം ഡേറ്റ് കൊടുക്കുകയാണ്. ഡേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ബൈ ആണ്, അതായത് ഡെബിറ്റ് ആണ് ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ DR എന്നുള്ള ഫോമാറ്റിലായിരിക്കും വരുന്നത്. അപ്പം നമുക്കിവിടെ ബൈ ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഡെബിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് വൗച്ചർ എന്താണെന്നുള്ളത് ആദ്യം പറയാം. പേയ്മെന്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ റെസീപ്റ്റ് വൗച്ചറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു, അത് നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ക്യാഷ് ഓർ ത്രൂ ബാങ്ക് അല്ലെങ്കിൽ ത്രൂ പെറ്റി ക്യാഷ്, എങ്ങനെയായാലും നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ പേയ്മെന്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസസ് ബൈ ക്യാഷ്, പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസസ് ബൈ ക്യാഷ്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് പറയുന്ന എൻട്രിയാണ്. അപ്പോൾ ബൈ ഡെബിറ്റിൽ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് വൗച്ചേഴ്സിൽ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ടീന്ന് അടിച്ചപ്പോൾ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് Alt+C കൊടുക്കുന്നു. ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് അക്കൗണ്ടിന് പേര് കൊടുക്കുവാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കും. ബാക്കി വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. GST ഒന്നും നമുക്കിവിടെ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ദെൻ കൺട്രോൾ കൊടുത്ത് നമ്മുടെ ലെഡ്ജർ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുവാണ്. സോ നമ്മുടെ ലെഡ്ജർ ക്രിയേറ്റ് ആയി ഇനി എമൗണ്ട് കൊടുക്കുക. 2 കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു തവണ ഇവിടെ എൻറ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെഡ്ജറിൻ്റെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ഏതാ വേണ്ട ക്യാഷ് C എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ എമൗണ്ട് ഒന്നും അതുപോലെ തന്നെ നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണ്. ഓക്കെ, കൊടുത്തു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. എൻറ്റർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് വൗച്ചറും ഇവിടെ റെക്കോർഡായി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാ വൗച്ചർ. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് കോൺട്രാ വൗച്ചർ എന്ന് പറയാം. കോൺട്രാ വൗച്ചർ എന്ന് പറയുമ്പോൾ ബാങ്ക് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ്
ബാങ്കും ക്യാഷും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കോൺട്രാ വൗച്ചറിലാണ്. അപ്പോൾ അതായത് ബാങ്കിൽ നമ്മൾ ഏതെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതിപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പെറ്റി ക്യാഷും ആകാം കേട്ടോ. പെറ്റി ക്യാഷ്, ക്യാഷ്, ബാങ്ക്, ഈ മൂന്നും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുക കോൺട്രാ വൗച്ചറിൽ തന്നെയാണ്. അപ്പോൾ കോൺട്രാ വൗച്ചറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F4 ആണ്. F4. അപ്പോൾ ഞാനവിടെ F4 അടിച്ചു, അല്ലെങ്കിൽ കേഴ്സർ ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഡേറ്റ് കൊടുക്കുവാണ് F2. എല്ലാം ഞാൻ സെയിം ഡേറ്റ് കൊടുക്കുന്നത്, കാരണം നമ്മുടെ ഇതിൽ എല്ലാ ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാ വൗച്ചർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് ഓഫ് ലെജർ അക്കൗണ്ട്സ് കണ്ടോ. ക്യാഷ് അക്കൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, ബാങ്ക് എനിക്കൊന്നും ഞാനിതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കും ക്യാഷ് അക്കൗണ്ട്സ് മാത്രമേ നമുക്ക് ലിസ്റ്റ് ഓഫ് ലെജറിൽ, അതായത് കോൺട്രാ വൗച്ചറിൽ നിന്നാൽ അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് വൗച്ചർ അത് മാത്രമേ സെലക്ട് ആകൂ. അപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്ന 2 ആണ്, ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എൻട്രി എന്ന് പറയുന്നത് ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ ICICI ബാങ്ക് ബൈ ഡെപ്പോസിറ്റിംഗ് ₹2 lakh ഇൻ ക്യാഷ്. ICICI ബാങ്കിൽ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ICICI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ഇവിടെ 2 ആണ് ആദ്യം പറയുന്നത്, അതായത് ക്രെഡിറ്റ് സൈഡാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി എമൗണ്ട് കാണിക്കാം, എത്രയാണോ എമൗണ്ട് കാണിക്കുക. എൻറ്റർ ചെയ്തു, വീണ്ടും ഒരു തവണ കൂടെ എൻറ്റർ ചെയ്തു. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ ക്യാഷ് അക്കൗണ്ട് മാത്രമേ വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ICICI ബാങ്ക് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് Alt+C കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുവാണ്. Alt+C കൊടുത്തു, ICICI ബാങ്ക്. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് ആണ്, ബാങ്കിൻ്റെ അണ്ടേഴ്സ് ബാങ്ക് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ബാങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. സോ ബാങ്ക് അക്കൗണ്ട്സ് കൊടുത്തു, ദെൻ Ctrl+A കൊടുത്ത് സേവ് ചെയ്തു. 2 lakh വന്നിട്ടുണ്ട്. അതുപോലെ നറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് നമുക്ക് നോമിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് കൊടുക്കുന്നില്ല, എൻറ്റർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അതുപോലെ ചെക്ക് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ കോൺട്രാ വൗച്ചർ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് ജേണൽ വൗച്ചർ. അപ്പോൾ ഈ ജേണൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ജേണൽ വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഓർ ഡ്യൂ ട്രാൻസാക്ഷൻസ് ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്. അതുപോലെ ഡ്യൂസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി കോണ്ടപ്റ്റേറ്റ്, സാലറി പേയബിൾ, റെന്റ് ടു റെന്റ് പേയബിൾ, ഇങ്ങനെയുള്ള ഡ്യൂ എൻട്രീസ്. അത് ക്യാഷും ബാങ്കും എന്ന് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ജേണൽ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F7 ആണ്, ഫംഗ്ഷൻ കീ F7. ഇപ്പോൾ ജേണൽ വൗച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെയിം നമ്മൾ ആദ്യമേ തന്നെ ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ് ഫ്രം ഫോക്കസ് എൻ്റർപ്രൈസസ് ഓൺ ക്രെഡിറ്റ്. ഫോക്കസ് എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലാപ്ടോപ്പ് പർച്ചേസ്. അപ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ലാപ്ടോപ്പ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫോക്കസ് എൻ്റർപ്രൈസസ്. അവിടെ ക്യാഷോ ബാങ്കോ ട്രാൻസാക്ഷൻസ് വരുന്നില്ല അല്ലേ, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. സോ നമുക്കത് ജേണൽ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി ലാപ്ടോപ്പ് അക്കൗണ്ട് ഡെബിറ്റ് ഫോക്കസ് എൻ്റർപ്രൈസസ് ആണല്ലോ. ലാപ്ടോപ്പ് ഡെബിറ്റിലാണ്, ഇവിടെ ഡെബിറ്റ് ആണ് ആദ്യം ചോദിക്കുക. ജേണൽ വൗച്ചറിൽ ഡെബിറ്റ് ആയിരിക്കും ചോദിക്കുക. ജേണലിലും പേയ്മെൻറ്റ് വൗച്ചറിലും ഡെബിറ്റ് ആയിരിക്കും ആദ്യം ചോദിക്കുക. റെസീപ്റ്റ് വൗച്ചർ, കോൺട്രാ വൗച്ചറിൽ ആദ്യം ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ചോദിക്കുക. അതൊന്ന് കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ ഇവിടെ ബൈയിൽ ലാപ്ടോപ്പ് ഉണ്ടോ നോക്കാനില്ല അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. Alt+C കൊടുത്തു, ലാപ്ടോപ്പ് അണ്ടർ വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ലാപ്ടോപ്പ് ഈസ് ഫിക്സഡ് അസറ്റ് ആണ്. സോ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തു, Ctrl+A കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. ലാപ്ടോപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ എമൗണ്ട് കാണിക്കാം. 2 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ആണ്. എൻറ്റർ ചെയ്തു. ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ Alt+C കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ്. അഡർ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യണമല്ലോ, സൺഡ്രി നമ്മുടെ സപ്ലയർ ആണ്. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പോവുക. മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ അങ്ങനെ കിടക്കട്ടെ. ദെൻ Ctrl+A കൊടുത്തു സേവ് ചെയ്തു. ഓക്കെ, അതുപോലെ നറേഷൻ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാം. ഇവിടെ നമുക്ക് ന്യൂ റെഫറൻസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് ബിൽ വൈസ് ഡീറ്റെയിൽസിൽ വരുന്ന 4 ടൈപ്സ് ആണ്. അഡ്വാൻസ്, അഗെയിൻസ്റ്റ് റെഫറൻസ്, ന്യൂ റെഫറൻസ്, ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം ടാലി ERP9 ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എന്താ പറയുക ടാലി പ്രൈമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ റെഫറൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പുതിയൊരു ബില്ലാണ്, ഒരു ട്രാൻസാക്ഷനാണ്. സോ ന്യൂ റെഫറൻസ് കൊടുക്കുന്നു, Ctrl+A കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക.
അപ്പം ജേണൽ വൗച്ചറും ചെയ്തു. അപ്പം നമ്മുടെ 4 വൗച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ റിപ്പോർട്ട് ഒന്ന് ഡേ ബുക്ക് എടുത്ത് കാണിക്കാം. എസ്കേപ്പ് ചെയ്തു, ഓൾട്ട് ജി കൊടുത്ത് ഗോറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഗോറ്റു ബട്ടൺ യൂസ് ചെയ്യാം കേട്ടോ. ഗോറ്റു ബട്ടൺ അവിടെ നിന്നുകൊണ്ടാവും, വൗച്ചറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ ടാലി പ്രൈമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സിലോട്ട് പോവാം. കോമൺ റിപ്പോർട്ട്സിനകത്ത് ഡേ ബുക്ക് എടുക്കുക. ഡേ ബുക്കിനകത്ത് പോയാൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാം. നമ്മൾ ചെയ്ത 4 ട്രാൻസാക്ഷൻസ്, സെയിൽസ്, പർച്ചേസ്, ലാസ്റ്റ് ഞാൻ പർച്ചേസ് സെയിൽസിൻ്റെ വൗച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചെയ്തതാണ്. ബാക്കിയുള്ള ഫസ്റ്റ് കാണുന്ന 4 നമ്മൾ ഇന്ന് ചെയ്തതാണ്. കോൺട്രാ വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റെസിപ്റ്റ് വൗച്ചർ, ജേണൽ വൗച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ടേ എഡിറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് Alt+D എന്ന് പറയുന്ന ഷോർട്ട് കീ യൂസ് ചെയ്യാം. Alt+D എന്ന് പറയുന്നത് ഡിലീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്തിട്ട് Ctrl+A കൊടുത്ത് നിങ്ങൾ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സസൈസിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എക്സസൈസിന് വേണ്ടിയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ എല്ലാ വീഡിയോസിനും ഓരോ എക്സസൈസ് ഇടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഈ കമ്പനി ഉണ്ടാവും. ഇല്ല പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് കാണുന്ന ഓരോന്നും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സെയിം ഓൾമോസ്റ്റ് അതേ എന്താ പറയുക എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൗച്ചറും ഏതിലാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.